ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് എൻ്റെ മുത്തശ്ശിയുടെ നല്ല രുചിയുള്ള ഒരു നല്ല നാടൻ കടലക്കറിയും ഒരു സ്പെഷ്യൽ പുട്ടുമാണ്. ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ്. ഒരു പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കാനായിട്ട് കടല വെള്ളത്തിലിട്ട് വെക്കാം. 1 കപ്പ് കടലയാണ് എടുക്കുന്നത്. കറുത്ത കടലയില്ലേ, ചെറിയ കടല, അതാണ്. അത് നമുക്ക് 1 കപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി അതിൽ നിറച്ചും വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇത് രാത്രി ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ബൗളിലേക്ക് 2 കപ്പ് ചോറ് വെക്കുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. മട്ട അരിയോ അല്ലെങ്കിൽ വെള്ള അരിയോ ഏതായാലും കുഴപ്പമില്ല, പച്ചരിയല്ല, ചോറ് വെക്കുന്ന അരി. അത് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി അതും നിറച്ചും വെള്ളം ഒഴിച്ച് അവിടെ വെക്കുകയാണ്. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. നമുക്കിത് കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി ഇട്ട് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. എക്സസ് ആയിട്ടുള്ള വെള്ളം ഒന്ന് പോകാൻ വേണ്ടി അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. നല്ല ഒരു മൂത്ത മണവും വരും. ഇപ്പോൾ ആയിട്ടുണ്ട്. അത് നമുക്ക് നേരെ കടലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചീനച്ചട്ടി തന്നെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത, ചൂടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാളയാണ്, വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇനി അതുപോലെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ്, അത് ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഒരു 4 or 5 വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 or 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. പേരിന് മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലാണ്ട് തക്കാളിയുടെ പുളി ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ 1/4 ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികമായി പോകരുത്. നമുക്കതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 or 5 വിസിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയത്ത് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമൊന്നും പോയിട്ടില്ല. എക്സസ് ആയിട്ടുള്ള വെള്ളം പോയിന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോൾ വാർത്ത ഉടനെ തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്യും, അതും കുഴപ്പമില്ല. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ നല്ലപോലെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, വെള്ളം പോയിട്ടൊന്നുമില്ല. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറിയൊരു തരിതരിപ്പോട് കൂട്ടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാം അങ്ങ് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു തരിതരിപ്പോട് കൂടിയാണ് എല്ലാം പൊടിച്ചിട്ടുള്ളത്. ഇതിപ്പം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ നല്ല നനവോട് കൂടിയായിരിക്കും. നമ്മളെടുത്ത് ഉരുട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ശകലം വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുത്തൊന്ന് കുഴച്ചാൽ മതി. അപ്പോൾ നാളത്തേക്കൊക്കെ നമുക്ക് ഈ പൊടി എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി. ഉപ്പൊക്കെ ചേർക്കുന്നതിന് മുന്നേ അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഓപ്ഷനിലാണ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്കിവിടെ തേങ്ങ ഇട്ടതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയും ഉപ്പും കൂടെ ആദ്യം ഒന്ന് ഞെരടിയിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഞെക്കി അങ്ങ് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ തേങ്ങയുടെ ഒരു ടേസ്റ്റ് പുട്ടിലേക്ക് വരുമ്പോഴത്തേക്കും. തേങ്ങ ഇടണമെന്നില്ല കേട്ടോ, തേങ്ങ ഇല്ലാണ്ടും ഉണ്ടാക്കാം. ഉപ്പ് മാത്രം ചേർത്തൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതെടുത്ത് ഉരുട്ടി നോക്കുന്ന സമയത്ത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം, അങ്ങനെ വരുവേ. നമുക്ക് ഒന്നുമില്ല, പുട്ടും കുറ്റിയിലോട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. 3 പീസായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവില്ല. ഇതൊക്കെ പണ്ടത്തെ രീതിയിൽ പുട്ടുണ്ടാക്കുന്ന കേട്ടോ. എൻ്റെ മുത്തശ്ശി ഇങ്ങനെയായിരുന്നു പുട്ടുണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഒരല്ലായിരുന്നു ഇടിക്കാറ്, ഇപ്പം നമ്മൾ മിക്സിയിലടിക്കും. അപ്പോൾ നല്ല രുചിയാണ് ആ പുട്ട് കഴിക്കാനായിട്ട്. മട്ട അരി കൊണ്ടാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണല്ലോ. ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ എടുത്തിടാമെന്ന്. മേലെയും കൂടെ തേങ്ങയിട്ട് നമുക്ക് പുട്ട് ആവി കയറ്റിയെടുക്കാം. ആവി കയറിയതിന് ശേഷം 1 or 2 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കടലക്കറിക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് തേങ്ങ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. വേറെ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ പെരിഞ്ജീരകത്തിൻ്റെയും പിന്നെ ആ ഒരു തക്കാളിയുടെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കടലക്കറിക്ക്. ഈ ഒരു കറി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം ശരിക്കും ഒരു നൊസ്റ്റാൾജിയ, പണ്ടെങ്ങോ കഴിച്ച് മറന്ന ഒരു കടലക്കറിയുടെ ഒരു രുചിയാണ് ഈ കടലക്കറിക്ക്. ഇത് നമുക്ക് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നമ്മൾ വറുക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ഒഴിക്കേണ്ടി വരില്ല കേട്ടോ. അലുമിനിയം ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ അടി പിടിക്കുമല്ലോ. ഇത് ഞാൻ ഒട്ടും വെളിച്ചെണ്ണ ചേർക്കാതെ തന്നെയാണ് വറുത്തെടുത്തിട്ടുള്ളത്.
പിന്നെ ഇത് തന്നെ ഓവനിൽ വറുത്തെടുക്കാം കേട്ടോ. ഓവനിൽ തേങ്ങ വറുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ മുമ്പേ ഇട്ടിട്ടുണ്ട് ചിക്കു സ്റ്റൈലിൽ. അപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഓഫായി കഴിഞ്ഞിട്ടും തേങ്ങ കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസമായിരിക്കും കറിക്ക്. അത് കരിയാതെ ശ്രദ്ധിക്കണം. എന്നാൽ നല്ല മൂത്ത് വരികയും ചെയ്യണം. നമ്മളത് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഒന്ന് തണുക്കട്ടെ. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തണുത്തിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂടുണ്ട്. നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് തണുക്കാതെ ഇളം ചൂടോടുകൂടി അരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇത് നന്നായിട്ട് സൈഡിലേക്കൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നല്ല തേങ്ങയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. സൈഡിൽ നിന്ന് തട്ടിയിട്ട് അരച്ചരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്. നന്നായിട്ട് അരഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയിൽ നിന്ന് വന്ന എണ്ണയാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് വിളയാത്ത തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണമെന്നില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പം കഴിയുന്നത്ര നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ആദ്യത്തെ സെറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുത്താണ്. നല്ല മണം കേട്ടോ. അതിൻ്റെ ഈ ഒരു പുട്ട് വെന്ത് വരുമ്പോഴത്തേക്കുള്ളൊരു മണം ഒരു പ്രത്യേക മണമല്ലേ. വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. ഇനി അടുത്ത സെറ്റും കൂടെ വെച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒരു 4-5 വിസിലോളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കടല വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മതി. ഇനി ഒന്നുമില്ല, നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ തീരെ അരയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്നാലും നമ്മളിതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കേണ്ട, തിളച്ച വെള്ളം ഒഴിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പുട്ടായിട്ടുണ്ട്. ഞാൻ ഇലയിലോട്ട് കുത്താണ് കേട്ടോ. നല്ല ആവി വറക്കുന്ന പുട്ട്. അപ്പോൾ കടലക്കറി നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഓഫാക്കി കൊടുക്കാം. അത് മതി, നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവസാനം കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയുമാണോമായിട്ട്. ഈ ഒരു കറി ഇടിയപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പുട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ കടലക്കറി ഉണ്ടാക്കാതിരിക്കരുത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം. നമ്മൾ ഇത്രയും നേരം നമ്മളിത് വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോഴാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. 2 ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്കൊരു 3-4 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇടുന്നുണ്ട്. പക്ഷെ അതാണ് ഇതിന് കറിയുടെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് തേങ്ങാക്കൊത്ത് വറുത്തിടുമ്പോഴത്തേക്കും. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയൊന്നും ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അത് നമുക്കത് അവിടെ അങ്ങ് അടച്ചങ്ങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് കറിയിലോട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം കേട്ടോ. ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ പുട്ട് കണ്ടോ, പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. പൊടിഞ്ഞങ്ങ് പോകുന്നൊന്നുമില്ല, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. തണുത്ത് കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ്നെസ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.